നമസ്കാരം. ഫണ്ട് 360 പുതിയ സ്വാഗതം. ഞാൻ പ്രൊഫസർ മാത്യു. ഇന്ന് നമ്മുടെ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ബില്യനർ ആകാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തമാശയായിട്ടാണ്, ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് സീരിയസ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് തമാശയായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ വിവേകം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ട്രെയിൻ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു, മലയാളി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 4-5 ബിസിനസ് തുടങ്ങി. പക്ഷേ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് ഈ ബിസിനസ്സുകളൊക്കെ നഷ്ടത്തിലേക്ക് കലാശിച്ചു. കഴിഞ്ഞൊരു 8 വർഷത്തിനുള്ളിൽ, കോവിഡിന് മുമ്പും ചെയ്തു, കോവിഡിന് ശേഷവും ചെയ്തു. അതാത് കാലങ്ങളിൽ ഡിമാൻഡുള്ള ബിസിനസ്സുകളൊക്കെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ സോഫ്റ്റ്വെയർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ സോഫ്റ്റ്വെയർ നോളജ് ഒക്കെ വെച്ചിട്ട്. കാരണം ഞാൻ ആദ്യകാലങ്ങളിൽ സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് കോൺട്രാക്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം കോൺട്രാക്ട് എൻ്റെ മുമ്പത്തെ കോൺടാക്റ്റുകളിലൂടെ കോൺട്രാക്ട്സ് കിട്ടിക്കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്തെങ്കിലും കളക്ഷൻസിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. വിചാരിച്ച പോലെ കിട്ടിയില്ല, അങ്ങനെ നഷ്ടത്തിലായി. പിന്നെ അദ്ദേഹം ഒരു ഓൺലൈൻ ഹാർഡ്വെയർ ഡെലിവറി ചെയ്യുന്ന ഇത് തുടങ്ങി. കാരണം ട്രെൻഡിങ് ആയിട്ടുള്ളത് അതായിരുന്നു. ഓട്ടോമൊബൈൽ ബിസിനസ് തുടങ്ങി. പിന്നെ ഏറ്റവും അവസാനം അദ്ദേഹം തുടങ്ങിയത് ഒരു ചെയിൻ ടീ ഷോപ്പാണ്. കാരണം ചായ വിൽക്കുന്ന ബിസിനസ് നമുക്കറിയുന്ന പോലെ തന്നെ വളരെയധികം എക്കണോമിസ്റ്റുകളുടെയും മാനേജ്മെന്റ് ഗുരൂസിൻ്റെയും ഒക്കെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനിൽ എത്തി നിന്ന ഒരു കാര്യമാണ്, ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. കാരണം ഒരു ഹൈ മാർജിൻ ബിസിനസ് ആയതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം ചായക്കടയും തുടങ്ങി. നിർഭാഗ്യവശാൽ ഒരുമാതിരിപ്പെട്ട ഒന്നും അത്രയും കൊണ്ട് ക്ലച്ച് പിടിച്ചില്ല. അപ്പോൾ അദ്ദേഹം യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച കാര്യം, എന്തായിരിക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ സാറിൻ്റെ 1-2 വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ കുറച്ച് ടോക്സ് ഒക്കെ ഞാൻ ഒരു തവണ കേൾക്കാൻ ഇടയായി ഒരു കോളേജിൽ വെച്ചിട്ട്. അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണുള്ളത്? കാരണം എനിക്കൊരു ആentrepreneur-ആയിട്ട് തന്നെ ജീവിതം കഴിച്ചു കൂട്ടാനാണ് ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ആentrepreneur-ക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു പ്രോബ്ലംസിനെയും നമ്മൾ അനലിറ്റിക്കലായിട്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് വേണം. നമ്മൾ ഏതൊരു പ്രോബ്ലംസിനും നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്തിയെങ്കിൽ മാത്രമേ അതിന് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടൂ. ഇതൊരു കഴിവ് വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് കുറച്ച് നല്ല ബിസിനസ് നടത്തി പണം ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പറഞ്ഞു തന്ന, പ്രത്യേകിച്ച് സംസാരം കുറച്ചും കൂടി രസകരമാകാൻ വേണ്ടി അന്നവിടെ പങ്കുവെച്ച കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, കൃത്യമായിട്ട് ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, വായിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർത്തെടുക്കുന്നൊരു കാര്യമാണ്, ബി എ സീഡ് സെല്ലർ ദാൻ എ ഫാർമർ എന്നാണ് പറയാറ്. അതായത് നിങ്ങൾ കൃഷി ചെയ്യുന്നതിനേക്കാളും നല്ലത് കൃഷിക്കാരന് വിത്ത് വിൽക്കുന്നതിനാകുന്നതാണ്. കാരണം അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, റിസ്ക് വളരെ കുറവാണ്. കാരണം കൃഷിക്കാരൻ ഈ ഒരു സീഡ് വെച്ചിട്ട്, ഈ ഒരു വിത്ത് വെച്ചിട്ട്, വിത്ത് വിതച്ചിട്ട് കൃഷി ചെയ്തിട്ട് ലഭിക്കുമോ എന്ന, ഹാർവസ്റ്റ് കിട്ടുമോ, വിളവ് കിട്ടുമോ എന്നുള്ളത് ഒരു അൺസർട്ടനിറ്റിയാണ്. പക്ഷേ വിത്ത് വിൽക്കുന്നതിനെ സംബന്ധിച്ച് ഇത് കൃഷിക്കാരൻ ആ ഒരു വിലയ്ക്ക് വാങ്ങിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ തന്ത്രങ്ങൾ പലപ്പോഴും ഇതുപോലെ ആയിരിക്കണം ബിസിനസ്സിൽ. അതായത് അതാത് കാലങ്ങളിലുള്ള ബിസിനസ് അല്ല നമ്മൾ ചെയ്യേണ്ടത്, അതാത് കാലത്തെ ബിസിനസ് ഏതാണോ ആ ബിസിനസ്സാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. മുമ്പോട്ടുള്ള ഡിസ്കഷനിൽ ഇതിന് കുറച്ചും കൂടി ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ. കുറേ യൂട്യൂബ് ചാനൽസും ഈ സംഭവങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് കുറേ കോഴ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രേഡിങ് നടന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ട്രേഡിങ് പരാജയമാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു പുതുമൊഴി തന്നെ നാട്ടിലുണ്ട്. അതായത് നിങ്ങൾക്ക് ട്രേഡിങ് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കാലത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതാണ് ലാഭകരം. കാരണം അതിന് മുടക്കുമുതലും വേണ്ട, കഷ്ടപ്പാടും വേണ്ട. ഈ പറഞ്ഞ 2 സംഭവങ്ങളും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നവർ ചെയ്തോളും. റിസ്ക് തീരെ ഇല്ലതാനും അവർ ചെയ്തോളും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. നമ്മൾ ആ ട്രേഡിങ്ങിന് ഉപോത്ബലമായിട്ട്, അല്ലെങ്കിൽ സപ്പോർട്ടിങ് സ്കഫോൾഡിങ് സർവീസസ് ആണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അതിന് റിസ്ക്കും ഇല്ല. രണ്ടാമത്തെ ഒരു ബിസിനസ് ഞാൻ പറയാം, അതായത് ബി എ ഡ്രീം സെല്ലർ. അതായത് നമ്മൾ സ്വപ്നങ്ങൾ വിൽക്കുക. നിങ്ങൾ പല സോഫ്റ്റ് സ്കിൽ ട്രെയിനേഴ്സിനെയും അതേപോലെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതേപോലുള്ള നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ട്രെയിനിങ്ങുകൾ. ഇവയെല്ലാം എന്താണ്? എല്ലാവർക്കും നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവനവൻ നന്നായിട്ടില്ലെങ്കിലും ഏറ്റവും എളുപ്പത്തിലുള്ളൊരു പണി, നാട്ടുകാരെ നന്നാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാശ് വാങ്ങിച്ചിട്ട് അവരോട് എങ്ങനെ നന്നാക്കണമെന്ന് ഉപദേശം കൊടുക്കുന്നതാണ്. അതും ഒരു സ്കഫോൾഡിങ് ബിസിനസ്സാണ്. മൂന്നാമത്തെ ബിസിനസ് ഞാൻ നേരത്തെ പ്രതിപാദിച്ച അദ്ദേഹത്തെ പോലെ തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന അനേകം പേർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക്, ഇപ്പോൾ ഗവൺമെൻറ് ജോലി ഉള്ളവർക്ക് പോലും പലപ്പോഴും ഉള്ളൊരു ആഗ്രഹമാണ്, എനിക്ക് സ്വന്തമായിട്ട്
ഞാൻ തന്നെ എൻ്റെ ബോസ് ആയിരിക്കണം, വേറെ ആരോടും എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച് സ്വന്തമായി ബിസിനസ് നടത്തി അംബാനിയെ പോലെയും അദാനിയെ പോലെയും ആവുന്നവരൊക്കെ സ്വപ്നം കാണുന്നവർ ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്, പ്രത്യേകിച്ച് പുത്തൻ തലമുറയിലുള്ളവർക്ക്. അതാണ് അവരുടെ ഡ്രീം. ആ ഡ്രീം സെല് ചെയ്യണം. എങ്ങനെ? അതായത് നിങ്ങൾ എങ്ങനെ ബിസിനസ്സുകാരനാകാം എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ബിസിനസ്സുകാരനാകാം എന്നുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ കാശ് വാങ്ങിയിട്ട് കൊടുക്കുക. അതിൽ ജോയിൻ ചെയ്യാൻ ഒട്ടനേകം പേർ വരും. ബിസിനസിന്റെ ഫിനാൻസോ ബുക്കിങ്ങോ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് അറിവ് പേരും വേണം. പക്ഷെ അതേസമയം വെറുതെ ബിസിനസ് എങ്ങനെയൊക്കെ നടത്താം, നല്ല രീതിയിൽ നടത്താം, മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ച് തള്ളു മാത്രം കയ്യിൽ മതി. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ സെല്ല് ചെയ്യുന്ന മറ്റൊന്നുമല്ല, നമ്മൾ സ്വപ്നങ്ങളാണ് സെല്ല് ചെയ്യുന്നത്. എനിക്ക് ഒരു ബിസിനസ്സുകാരനാകണം, വലിയൊരു വ്യവസായി ആകണമെന്ന് ആഗ്രഹമുള്ള കുറേ പേര്, അങ്ങനത്തെ സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന കുറേ പേരുടെ സ്വപ്നങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സെല്ല് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം, അഥവാ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ്. നാലാമത്തെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ ആൻട്രപ്രണേഴ്സ് ആണ്. അതായത് നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ പോലെ തുടങ്ങുക. പക്ഷേ സ്റ്റാർട്ടപ്പുകൾ ഇന്നത്തെ രീതിയിൽ സ്റ്റാർട്ടപ്പ് അറിയുന്ന തന്നെ വലിയ കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങളൊരു നോവൽ ഐഡിയ, ആരും ഇതുവരെ ഇല്ലാത്തൊരു ഐഡിയ, വളരെയധികം നിങ്ങൾ ഒരു മാർക്കറ്റ് സ്റ്റഡിയും റിസർച്ചും നടത്തിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് തൊട്ടറിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഐഡിയയുമായിട്ട് മുമ്പോട്ട് വരിക. എന്നിട്ട് അത് വെച്ചിട്ടൊരു ബിസിനസ് തുടങ്ങുക. ഇനീഷ്യലി അതങ്ങോട്ട് തുടങ്ങുക. ബാക്കിയുള്ള കാര്യങ്ങൾ, കാരണം ഇനീഷ്യൽ പീരീഡിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ബിസിനസ്സും സെറ്റപ്പും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളത് സെല്ല് ചെയ്യുക. ഒരു നോവൽ ബിസിനസ്സാണ്, പ്രോസ്പെക്റ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി സെല്ല് ചെയ്യുന്ന പോലെ തന്നെ സെല്ല് ചെയ്യുക. വീണ്ടും നിങ്ങളൊരു ഐഡിയ കണ്ടുപിടിക്കാൻ നോക്കുക, ഒരു കമ്പനി ഉണ്ടാക്കുക, സെല്ല് ചെയ്യുക. സീരിയൽ ആൻട്രപ്രണേഴ്സ് ഇപ്പോൾ ഒരു പുതിയ ബ്രീഡ് ഓഫ് ആൻട്രപ്രണേഴ്സ് ആണ് സീരിയൽ ആൻട്രപ്രണേഴ്സ്. പണ്ടത്തെ പോലെ ബിസിനസ് നടത്തി വലുതാക്കി ഞാനതിൻ്റെ രാജാവാകണം, മക്കൾക്ക് കൈമാറണം, ഈ ആഗ്രഹമുള്ളവരൊക്കെ കുറഞ്ഞു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ സീരിയൽ ആൻട്രപ്രണേഴ്സ്, അതായത് ആൻട്രപ്രണർഷിപ്പ് തന്നെ ഒരു ജോലിയായിട്ട് എടുക്കുന്നവരാണ് ഉള്ളത്. അതാണ് മറ്റൊരു കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ പറഞ്ഞ എന്തും ചെയ്യണമെങ്കിൽ ഒരു മിനിമം പൈസ വേണ്ടേ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്തൊക്കെ മുടക്കാൻ പൈസ വേണ്ടേ? പൈസക്കാണോ പ്രശ്നം, അല്ലെങ്കിൽ പൈസക്കാണോ പഞ്ഞം? അതിനും വഴിയുണ്ട് ഇവിടെ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിത്ത് വിൽക്കുന്നവരാകുക, വിത്ത് വിതയ്ക്കുന്നവരല്ല ആകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് നാട്ടുകാരെ കണ്ട് കഷ്ടപ്പെട്ട് ആളെ പിടിച്ച് ആളെ ചേർക്കുക എന്നുള്ളൊരു പരിപാടിക്ക് പകരം എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തുടങ്ങുക. ഒരു 10 പ്രോഡക്റ്റിന്റെ പേരൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തുടങ്ങുക. ഇന്നത്തെ രീതിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതായത് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ERP സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങൾ, എനിക്ക് തോന്നുന്നത് മാസം 10,2,500 3,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്ലൗഡിൽ അതേപോലത്തെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ആ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓരോരുത്തർ വന്ന് ജോയിൻ ചെയ്യുന്നു, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകളെ പോലെ ജോയിൻ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് ഉണ്ടാകുന്നു, നെറ്റ്വർക്ക് ഉണ്ടായി പോകുന്നു. ഇതെല്ലാം ആ സോഫ്റ്റ്വെയർ റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. അവർ വൈറ്റ് ലേബിൾ ചെയ്തിട്ട് ഉള്ള സോഫ്റ്റ്വെയർ നമ്മുടെ പേരിൽ ABCD എന്ന് പറയുന്ന ABCD കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലെവലിൽ ഡയറക്റ്റ് സെല്ലിംഗ് മോഡലിലാണെങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങൾ ഒരു MLM-ന്റെ മുതലാളിയായി മാറും. കുറേ പേര് വന്ന് ജോയിൻ ചെയ്യും, സാധാരണ MLM പോലെ. വീണ്ടും അതിനകത്ത് ഇങ്ങനെ നെറ്റ്വർക്ക് വലുതാവും. എല്ലാത്തിൻ്റെയും ഒരു ഭാഗം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു 4-5 കൊല്ലം ഇതൊക്കെ നല്ല രീതിയിൽ നടക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. താരതമ്യേന നിങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ പല സൊസൈറ്റീസോ ഇതൊക്കെ തുടങ്ങുന്നതിനേക്കാളും വളരെ ലളിതമാണ് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ. എല്ലാം ലളിതവൽക്കരിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല, ഭീകരമായിട്ടുള്ള മുതൽ മുടക്കുകളുമില്ല. ഇവയും ഒരു പരിധി വരെ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു മണി ചെയിൻ മോഡലിലൊക്കെ തന്നെ നിങ്ങൾക്ക് ആളെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റുകളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മറ്റു പല പരിപാടികളൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യാം. കമ്പനിയുടെ പേരിൽ തന്നെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ലോൺ എടുക്കാം. കാരണം മിക്ക മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും കണ്ടിട്ടുണ്ടാവും, ഒരു ലോൺ കൊടുക്കുന്നതിന് അത്ര ഒരു ഉത്സുകരല്ല, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. കാരണം ഈ വരുന്ന പൈസ അവർ വെച്ചിട്ട് വേറെ പല വിദ്യകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ളൊരു വഴിയുണ്ട്. പിന്നെ മറ്റൊരു വഴി നിങ്ങൾക്ക് പണത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിധി കമ്പനികൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതും വളരെ ലളിതമായിട്ടുള്ള പരിപാടിയാണ്, വലിയ മുതൽ മുടക്കുമില്ല. നിധി കമ്പനികൾ ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ തന്നെ അതുവഴി നിങ്ങൾക്ക് കുറച്ച് കാശൊക്കെ കയ്യിൽ വരും, ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുടെ അതെടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സോ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പണത്തിൻ്റെ ചിലവുകളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും.
അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയൊക്കെ ഉള്ള കുറച്ച് ഐഡിയാസാണ് ജനറലായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. കുറച്ചൊക്കെ പ്രായോഗികമാണ്, കുറച്ചൊക്കെ അപ്രായോഗികമാണ്, പക്ഷേ ഒന്നും നിയമവിരുദ്ധമല്ല. നല്ല രീതിയിൽ ഇവയൊക്കെ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ നടക്കും. ഇങ്ങനെ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നവരൊക്കെ തന്നെയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരും ആ പണം ഉപയോഗിക്കുന്നവരും. നമുക്കറിയുന്ന ഒരു കാലമുണ്ട്, പണ്ട് വനില കൃഷിയുടെ കാലം. ആ കാലത്ത് വാനിലയുടെ തണ്ടൊക്കെ വാങ്ങിച്ചിട്ട് തൈ വാങ്ങിച്ച് കൃഷി ചെയ്തവരെക്കാൾ കാശുണ്ടാക്കിയത് ആ കാലത്ത് വാനിലയുടെ തണ്ട് വിറ്റ് കാശുണ്ടാക്കുന്ന ബിരുദന്മാരായിരുന്നു. അവർക്ക് കൃഷി ചെയ്യേണ്ട കഷ്ടപ്പാടും ഉണ്ടായില്ല, അതേസമയം കാശ് കുറെ ഉണ്ടാകുകയും ചെയ്തു. കാരണം വാനില കൃഷിയെല്ലാം പ്രചാരം നേടി നാട്ടിൽ വാനില ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വാനിലയുടെ വില 100 പോലും ഇല്ലാത്ത രീതിയിൽ ഇടിയുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സീ ദ അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്ന പോലെ, നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പറയുന്ന പോലെ തന്നെ വോള്യൂം ഓഫ് പുട്ട് ഓപ്ഷൻ ആണോ വോള്യൂം ഓഫ് കോൾ ഓപ്ഷൻ ആണോ കൂടുതലുള്ളത്, മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചിന്തിക്കുന്നവരാകുക. അതുപോലെ ചിന്തിച്ചവരാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് പലപ്പോഴും മോഹന വാഗ്ദാനങ്ങൾ നടത്തുന്നതും അഥവാ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വിൽക്കുന്നതും. ഈ വീഡിയോ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അവസരങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാം. പല പല അവസരങ്ങളുടെ പേരിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ പേരിലുള്ള മുന്നറിയിപ്പ് തരുന്ന വീഡിയോ ആയിട്ട് എടുക്കാം. എങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി.